വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായമാണ് സൂറത്തു നഹൽ. തേനീച്ച എന്നാണ് നഹൽ എന്ന പദത്തിന്റെ അർത്ഥം. ഈ അധ്യായത്തിലെ 69-ാം വചനത്തിൽ കാണാം, അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള ഒരു പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശാന്തിയുണ്ട്. തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. തേനീച്ചകളിൽ നിന്നാണ് തേൻ ലഭിക്കുന്നതെന്ന് മനുഷ്യർക്ക് പുരാതന കാലം മുതൽ അറിയാമായിരുന്നു. എന്നാൽ തേനീച്ചയുടെ ശരീരത്തിൽ പ്രത്യേകമായ തേൻ വയർ എന്ന അറയുണ്ടെന്നും അതിൽ പൂക്കളിൽ നിന്നുള്ള മധുവിനെ എൻസൈമുകൾ ഉപയോഗിച്ച് തേനായി മാറ്റുന്നു എന്നും ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് 17-18 നൂറ്റാണ്ടുകൾക്കിടയിലാണ്. പക്ഷേ 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ഇത് പരാമർശിക്കുന്നു. അവയുടെ ഉദരങ്ങളിൽ നിന്നാണ് തേൻ വരുന്നതെന്ന്. മാത്രമല്ല, മനുഷ്യർക്കതിൽ രോഗശാന്തി ഉണ്ടെന്നും പറയുന്നു. തേനിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണം മുറിവുകളിലും പൊള്ളലുകളിലും ഉണ്ടാവാനിടയുള്ള രോഗാണുക്കളെ നശിപ്പിച്ച് മുറിവ് വേഗം ഉണക്കുന്നു. തേനിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണം ശരീരത്തിലെ ദോഷകരമായ രാസകണങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതുവഴി ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. ചർമ്മാരോഗ്യത്തിനും ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കുമെല്ലാം തേൻ നല്ല മരുന്നാണ്. പ്രകൃതിയുടെ പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഖുർആൻ എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ ഇത്?